എല്ലാവർക്കും ക്ലൈമറ്റിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽമി GT60 എന്ന് പറഞ്ഞ ഫോണിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യയിൽ മെയിൽ ലോഞ്ച് ആകും. ഓൾറെഡി റിയൽമി അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്, എന്നാണ് ലോഞ്ച് ആകുന്നതെന്നൊക്കെ. മെയിലാണ്, പക്ഷേ ഡേറ്റ് വന്നിട്ടില്ല. മിക്കവാറും 3rd വീക്ക് ആകുമ്പോഴൊക്കെ ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സ്പെക്കും കണക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 8.65 mm ആണ് തിക്നെസ് വരുന്നത്. 191 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. IP65 റേറ്റിംഗും വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് വരുന്നത്. സോ നമുക്ക് പെട്ടെന്ന് ഈ ഫോൺ കാണുമ്പോൾ മെറ്റൽ ബാക്കാന്നൊക്കെ വിചാരിക്കും, മെറ്റൽ ബാക്കും മെറ്റൽ ഫ്രെയിമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ പ്ലാസ്റ്റിക് ആണ്. പിന്നെ വെയിറ്റിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററി ഫോണിന് വരുന്നുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ലൈറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ ഡിസൈൻ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്, പക്ഷേ ഡ്യൂറബിലിറ്റി അത്യാവശ്യമുണ്ട് ഈ സ്മാർട്ട് ഫോൺ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിന്റെ ഒരു 1.5K കർവ്ഡ് 120 ഹെർട്സിന്റെ 10-bit പാനലാണ്. BOE S180 ആണ് ഈ പാനലിന്റെ പേര്. BOEയുടെ ആണ് പാനൽ വരുന്നത്, ചൈനീസ് ബ്രാൻഡാണ്. LTP ടെക്നോളജി വരുന്നുണ്ട്. 0.5 ഹെർട്സ് തൊട്ട് 120 ഹെർട്സ് ആണ് ഈ റേഞ്ച് വരുന്നത്. 6000 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. HDR-ഉം നമുക്ക് HDR-ലാണ് 6000 നിറ്റ്സ് വരുന്നത് കേട്ടോ. HDR10+ഉം ഡോൾബി വിഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. സോ 6000 നിറ്റ്സ് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒറിജിനൽ ആണെന്നൊക്കെ തോന്നും. സോ പക്ഷേ ഈ പാനൽ നല്ല ബ്രൈറ്റ് ആണ്. കാരണം ഞാൻ പറയുന്നത് പറഞ്ഞാൽ മാനുവലിൽ നമുക്ക് 1050 നിറ്റ്സ് വരുന്നുണ്ട്, മാനുവൽ സ്ലൈഡർ ആണെങ്കിൽ. അതേസമയം ഓട്ടോയിൽ 1650 നിറ്റ്സും വരുന്നുണ്ട്. സോ അത് വെച്ച് നോക്കുവാണെങ്കിൽ കിട്ടിക്കൽ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. പ്രൈസിംഗിൽ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഓവറോൾ മൾട്ടിമീഡിയ കാര്യം നോക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി പെർഫോമൻസിന്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7+ Gen 3 ആണ് വരുന്നത്. ഇതിന്റെ സ്പെക്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് LPDDR5X റാമും UFS 4.0 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഒന്നും വരുന്നില്ല. ഇതിന്റെ സ്പെക്ക് നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ ആന്റിറ്റ്യൂഡ് വേർഷൻ 10 നോക്കുവാണെങ്കിൽ 13,74,374 ആണ് ഇതിന്റെ ടോട്ടൽ സ്കോർ. CPU 3,45,250, GPU 4,87,780 ആണ് വരുന്നത്. സമയം Geekbench 6 ആണെങ്കിൽ സിംഗിൾ 1839, മൾട്ടി 4689 ആണ് വരുന്നത്. ഇതിന്റെ സ്പെക്കും ഇതിന്റെ Geekbench സ്കോറും അല്ലെങ്കിൽ ആന്റിറ്റി സ്കോറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കിട്ടിക്കൻ ചിപ്സെറ്റ് തന്നെയാണ് വരാൻ പോകുന്നത്. ഹീറ്റും കാര്യങ്ങളൊന്നും അധികം ഇല്ല. ചെറുതായിട്ട് വാമാവും, എല്ലാ പ്രോസറും വാമാവും, അത്രേ ഉള്ളൂ. അല്ല സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തന്നെയുണ്ട്. ഇത് 8S ഡെൻസിറ്റിയുടെ തൊട്ട് താഴെ നിൽക്കും. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഒരു 10% സ്ലോവർ ആയിരിക്കും. GPയുടെ കാര്യത്തിൽ ഒരു 15% CPU സ്ലോവർ ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ BGMI നമുക്ക് എന്തായാലും 90 FPS അവൈലബിൾ ആയിരിക്കും. പിന്നെ ഡെയിലി ടാസ്കിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, പെർഫോമൻസ് ഒക്കെ കിടക്കാനായിരിക്കും. ഇനി OSന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ റിയൽമി UI 5.0 ആണ് വരുന്നത്. Android 14 വരുന്നുണ്ട് ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഗെയിമിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിന്റെ അവരുടെ ഗെയിം സ്പേസിൽ നമുക്ക് CPU-യുടെ ക്ലോക്ക് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈച്ച് ക്ലസ്റ്ററിൽ. പിന്നെ GPയുടെ ക്ലോക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ AI ടാസ്ക് എന്താ പറയുക, AI ഇറൈസും കാര്യങ്ങളൊക്കെ, ആളുകളെ മാറ്റുന്ന പരിപാടിയും മീൻസ് എന്താ പറയുക ഇറൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ ഫോണിന്. ഇനി ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു പ്രൈമറി ഒരു 50 MP f1.88 ആപ്ചർ വരുന്ന Sony IMX882 ആണ് സെൻസർ വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി നമുക്കൊരു 8 MP അൾട്രാവൈഡ് ആണ്. അത് Sony IMX355 ആണ് വരുന്നത്. പിന്നെ ഡുവൽ ഫ്ലാഷ് വരുന്നുണ്ട്. മാക്സിമം നമുക്ക് 4K 60 FPS ആണ് പ്രൈമറി ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റുക. എന്തായാലും 8 MP ആയതുകൊണ്ട് നമുക്ക് 1080p 30 FPS ആയിരിക്കും അൾട്രാവൈഡ് വരിക. സോ പ്രൈമറി നമുക്ക് 4K 60 കിട്ടുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 32 MP f2.45 ആപ്ചർ സെൻസറാണ്. Sony IMX615 ആണ് വരുന്നത്. 4K 30 FPS റെക്കോർഡ് ചെയ്യാം. ഈ ക്യാമറയെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതിന്റെ ക്യാമറ ഫോട്ടോസ് അല്ലെങ്കിൽ ഫോട്ടോസിന്റെ നമ്മൾ പറയുവാണെങ്കിൽ ഇച്ചിരി പഞ്ചി ഫോട്ടോസ് ആണ് വരുന്നത്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത്. HDR പെർഫോമൻസ് അത്യാവശ്യമുണ്ട്. സെൽഫിയുടെ കാര്യമൊക്കെ അടിപൊളിയാണ്, കുഴപ്പമില്ല. നല്ല പോർട്രേറ്റ് ഇമേജ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 4K റെക്കോർഡിങ്ങിലാണ്. 4K 60 ഉണ്ടെങ്കിലും EISന്റെ ഒരു ചെറിയ ജിറ്ററിങ് ഉണ്ടല്ലോ, അത് വരുന്നുണ്ട്. മിക്കവാറും ഇന്ത്യയിൽ വരുമ്പോൾ അത് മാറ്റി വരാൻ സാധ്യതയുണ്ട്. കാരണം സോഫ്റ്റ്വെയർ ഇച്ചിരി റിഫൈൻഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. സോ 0 to 100 വെച്ച് നോക്കുമ്പോൾ 27 മിനിറ്റ് കൊണ്ട് 0 to 100 ചാർജ് ആവും. പിന്നെ എന്തായാലും സ്ക്രീൻ ഓൺ ടൈം ഒരു 7.5 മണിക്കൂർ ആ സമയത്ത് കിട്ടും. സോ ബാറ്ററിയുടെ കാര്യവും അതിന്റെ ചാർജിന്റെ കാര്യമൊക്കെ പൊളിയാണ്. ഇനി കണക്ടിവിറ്റി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായാലും Wi-Fi 6 ആയിരിക്കും. Bluetooth 5.3 ആണ്. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്.
USB Type-C 2.0. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സും അടിപൊളിയാണ്. ഇനിയാണ് നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പ്രൈസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 3 വേരിയൻ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത്. 8GB 256-ഉം 12GB 256-ഉം 16GB 512-ഉം. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു 27 to 30K ആ റേഞ്ച് ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. ആ പ്രൈസിൽ വരുവാണെങ്കിൽ തന്നെ അടിപൊളി ഫോണായിരിക്കും. കാരണം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒരിക്കലും ഒരു കുറ്റം പറയാനുള്ളൊരു കാര്യം എനിക്കില്ല. പിന്നെ ഒരു ചെറിയ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ 8 MP അൾട്രാ വൈഡ് മാറ്റിയിട്ട് 12 MP കൊടുക്കാമെന്ന് ഉള്ളൊരു സജഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.